ഹലോ ഗായ്സ്, ഹലോ ഹലോ ഞങ്ങള് എന്താ പറയാ, ഞങ്ങളേ നമ്മുടെ അന്ന് ഓണത്തിന് പർച്ചേസ് ചെയ്തായിരുന്നു നമ്മുടെ ഓഫീസിലെ കുട്ടികൾക്കൊക്കെ ഉള്ളത്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമ്മുടെ ഗിവ് അവേയുടെ വിജയിനെ പ്രഖ്യാപിക്കാൻ. അപ്പൊ വേഗം ഈ പരിപാടി കഴിച്ച് വെച്ചിട്ട് വരട്ടെ. ഓക്കെ, ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ നിന്നപ്പോ ഞങ്ങൾക്ക് ഒരു വർക്ക് കിട്ടിയ സൈറ്റ് വിസിറ്റിങ്ങും പിന്നെ പെർമിറ്റ് ഉണ്ട്, വർക്ക് നമ്മൾ എടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3-4 എണ്ണം. അപ്പൊ ഞങ്ങള് വന്നിക്കാണ്. ഇവിടെ മണലടി തന്നെയാണ്. ഇതാണ് സൈറ്റ്. കണ്ണേട്ട പോയി നോക്കണ്ടേ, നമ്മൾ ഈ കുട്ടികളെയും മക്കളെയും കൊണ്ട് പോകണ്ടത് കരുതിയിട്ട് നമ്മള് വണ്ടിയിൽ ബാക്ക് ക്യാമറ ആക്കി കൊടുത്തു. ഇതാണ് സൈറ്റ് ഓണറും ആണോ. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും വീട് വെക്കാൻ പറ്റിയ പ്ലോട്ട് ഉണ്ട്, അവിടെ ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെ വെക്കണം എന്നറിയില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കണവരിനെ ഞങ്ങളെ ബന്ധപ്പെടാം. ഞങ്ങൾ ആ സ്ഥലത്തിന് പറ്റിയ ഒരു പ്ലാന് ഡിസൈൻ ചെയ്ത് തരും, അതിൻ്റെ 3D എലിവേഷൻ ചെയ്യും, അതിൻ്റെ പെർമിഷൻ എടുത്ത് തരും. കൂടാതെ ആ വീട് നിങ്ങൾ കാണിച്ചു തന്ന അതേ മോഡലിൽ നിങ്ങൾക്ക് പണിത് കൈ തരും. ഓക്കെ, 100% വിശ്വസിച്ച് ഞങ്ങളെ കൈ തരാം. അതെ. പിന്നെ എല്ലാവരും പല ബിൽഡേഴ്സും എങ്ങനെ വെച്ചാൽ ആദ്യം ഫുൾ എമൗണ്ട് അവന്റെ കയ്യിൽ കൊടുക്കണം, എന്നിട്ടാണ് ചെയ്യണവര്. ഇപ്പൊ ഒരുവിധം ബിൽഡേഴ്സ് ഒക്കെ അങ്ങനെയാണ്. പക്ഷെ നമ്മളതല്ല, പണിയുടെ പുരോഗതിക്ക് അനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ പൈസ വേറെ സൈറ്റിൽ കൊണ്ടുവരുന്ന പരിപാടിയില്ല, നിങ്ങളുടെ സൈറ്റിൽ തന്നെയാണ് നിങ്ങൾ തരുന്ന പൈസ ഇറക്കുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ പൈസ ഏൽപ്പിക്കാം, അത് 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെച്ചാല് ഞങ്ങളായിട്ട് ബന്ധപ്പെടുക, DM ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തി. തച്ചമ്പാറ ഓഫീസിന്റെ അടുത്ത് ടൗണിലുള്ള ഓണക്കോടി നമുക്ക് കൊണ്ടേ കൊടുത്തിട്ട് തരാം. സെറ്റ് അതെ മൂപ്പര അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ്. താങ്ക് യു. അത് സജ്ജലാക്കി, ആ ക്രെഡിറ്റ് സജ്ജലാക്കി. പാൻറ് ടോപ്പിന്റെ കാര്യത്തില് വെക്കൂ നോക്കട്ടെ. ഇഷ്ടായില്ലേ? ഗൈസ്, കണ്ടേട്ട ഭയങ്കര പൈസ ഉണ്ടല്ലാ. ഞാൻ ഓണക്കോടി ഇത് നമ്മളെ ഓണക്കോടി ആയിട്ടില്ലേ, നമ്മളെ ഫോളോവേഴ്സിനുള്ള ഓണക്കോടിയാണ്. ഞങ്ങളുടെ ഓണക്കോടി കണ്ടേട്ട ഓണക്കോടി വാങ്ങി. ഹലോ ഗൈസ്, കൈ അടിക്കൂ. ശാന്തരാഘവൻ ചേച്ചി ഇച്ച് തരുന്നതാണ്. ഇച്ച് വലിയ തിടുക്കൊന്നുമില്ല, പക്ഷെ വേഗം കിട്ടിയാലും കുഴപ്പമില്ല. ഹലോ മോലാളി, എല്ലാരും സാധാരണ ഒരു ഓണക്കൊടിയിൽ എടുക്കാം. ഞാൻ തുറന്നു കാണിക്കാം എത്രണ്ണത്തിൽ എടുക്കുന്നുള്ളത്. ഈ കിറ്റ് മൊത്തം ഓണക്കൊടി അതവിടെ ഉണ്ട്. അതും ഞാനിന്റെ 2 കുട്ടികളും ഞങ്ങൾക്കുള്ളതാണ്. പക്ഷെ ഇത് കൈ നിറച്ചു പോയല്ലോ. പിന്നല്ല, ഞാൻ കൊടുക്കും. അതെ, എന്റെ അതായിരിക്കണം. എന്തായിരിക്കണം കവറിലിടുന്ന കവറ്. ഇവാരൂര് ഓണക്കൂടി കൊടുക്കാണ്. ഏതപ്പം കരിയടിച്ചാൽ നിർത്തി. മിന്നുന് മടിയായി. അതൊന്നും ഇല്ല, കുഴപ്പമില്ല. ഇതിന്റെ പർച്ചേസിങ് കഴിഞ്ഞിരുന്നു. അപ്പൊ എല്ലാവർക്കും ഓണക്കോടി കൊടുക്കല് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ബാലൻസ് ഉള്ളത് നമ്മുടെ ഗിവ് അവേയുടെ വിജയികൾക്ക് കൊടുക്കാനുള്ള 5 ഓണക്കോടികളുണ്ട്. അത് നമ്മളിപ്പോ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ടോളി. 1 2 3 4 5. ഇനി ഇത് മാത്രല്ല, അതും
പക്ക സ്റ്റാൻഡേർഡ് സാധനം ഞങ്ങള് വാങ്ങിക്കുന്നത്. അതാണ് നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക, നമുക്ക് എങ്ങനെ മേടിച്ചോ അതേ ലെവലുള്ളതിന്റെ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ മണ്ണാർക്കാടുള്ള വസന്തം വെഡിങ് കാസ്റ്റിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നല്ല കളക്ഷൻ ആയിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴാണെങ്കിലും നമുക്ക് നല്ല ഇതായിരുന്നു, സീക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ തന്നെ മേടിച്ചിട്ടുണ്ട്. ഇതല്ല, തിങ്കളാഴ്ച വേറൊരു 5 കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പോയിട്ട് നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക, കമന്റ് ബോക്സിൽ പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യുക. ഓക്കെ.